ഹലോ എവ്രി വൺ, വെൽക്കം ടു കിക്കൂസ് വേൾഡ്. നമ്മളിന്നൊരു യാത്രയിലാണ്. എവിടെയും പോകുന്നതെന്നല്ലേ, നമ്മുടെ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ കാണാനാണ് ഞങ്ങളിന്ന് പോകുന്നത്. നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിൽ. ഇത്രയും വർഷങ്ങൾ കൊച്ചിക്കാരനായിരുന്നിട്ട് കൂടി ഇന്നേ വരെ ഞാൻ ഈ ട്രീ കാണാൻ പോയിട്ടില്ല. ന്യൂ ഇയർ പ്രോഗ്രാമിന് പോയിട്ടേ ഇല്ല. ഈ പ്രാവശ്യം വിചാരിച്ചു ന്യൂ ഇയർ എന്തായാലും പോകുന്നില്ല, 30-ാം തീയതി എങ്കിലും ഒന്ന് പോയി ഈ ട്രീ കാണണം, അവിടുത്തെ വൈബ് ഒന്ന് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ പ്രാവശ്യം പോയത്. നൈറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന സ്പോർട്സ് ക്ലബ്ബാണ് ഈ ക്രിസ്മസ് ട്രീ ഇത്ര ഭംഗിയായിട്ട് ഓരോ വർഷവും അവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും ഭംഗിയായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് ക്രമീകരിക്കുന്നത്. എൻട്രി തന്നെ ഭയങ്കര കണ്ണ് മിന്നുന്ന ടൈപ്പ് വെളിച്ചമായിരുന്നു. കിക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അമ്മയുടെ കയ്യിൽ മാറുന്നുണ്ടായില്ല, പക്ഷേ ഷി വാസ് റിയലി ഹാപ്പി. ഈ ഒരു ട്രീൻ്റെ ലൈറ്റിംഗ് സെറിമണിയാണ് ഇവിടെ കാണുന്നത്. ഓരോ വർഷം ഓരോ കളർ തീമാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം യെല്ലോ ആയിരുന്നു കളർ തീമായിട്ട് അവർ ചൂസ് ചെയ്തേക്കുന്നത്. ഒരു ട്രീയുടെ ചുറ്റും ഒരു റെയിൻ ട്രീ എന്നാണ് നമ്മളിനെ വിളിക്കുന്നത്. ഈ ഒരു മരത്തിന് ചുറ്റും ഒരു വലിയ കൾച്ചർ തന്നെ രൂപപ്പെടുക. എനിക്ക് തോന്നുന്നു ഏകദേശം 2000-ൽ തുടങ്ങിയൊരു കസ്റ്റമാണ്. അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികൾക്ക് തോന്നിയ ഒരു ഐഡിയ. ഇത്രയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഐഡിയ ഡെവലപ്പായി വന്ന് എത്രയോ ജനങ്ങളെ, കൊച്ചിക്കാരെ മാത്രമല്ല, കാലിക്കറ്റ്, മലപ്പുറം, എവിടെ നിന്ന്, കാസർഗോഡ് നിന്നും എല്ലായിടത്തു നിന്നും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് ഇവിടെ എത്തിക്കാൻ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി സംതിങ്. അവിടുത്തെ പാട്ടൊക്കെ കേട്ട് ചേട്ടന്മാരെയൊക്കെ നോക്കി, ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ നോക്കിയിരിക്കും. എന്തായാലും നമ്മുടെ ഒരു കൊച്ചിക്കാരൻ എന്ന നിലയിൽ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ്. കാരണം കൊച്ചിക്കാരെക്കാളും കൂടുതൽ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട് എനിക്ക് തോന്നിപ്പോയി. ഓരോരുത്തരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ, സ്ലാങ് കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ. അവിടെ സൈഡിലെ സ്റ്റേജിലും പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമുക്ക് ക്രിസ്മസ് ട്രീയുടെ അടിയിലൊക്കെ പോയി ഫോട്ടോ എടുക്കാം. ഞങ്ങൾ പോയ ദിവസം തിരക്കുണ്ടായിരുന്നു, എന്നാലും നമുക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ അത്രയ്ക്കൊരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും എപ്പോഴും ഒരു ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ പോകുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഫുഡിങ് തന്നെയാണ്. അപ്പം ഞങ്ങൾ പതുക്കെ സ്റ്റോൾസ് തപ്പാൻ തുടങ്ങി. അധികം തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ ഗ്രൗണ്ട് മൊത്തം ഇതാ ഫുഡ്, കളിപ്പാട്ടം, ടോയ്സ് എന്താ ഇല്ലാതെ. സോ ഒരു ചേട്ടൻ്റെ ഹാപ്പിനെസ് ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു അടിപൊളി വൈബാണ്. ഇദ്ദേഹം ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ പരിപാടി അറിയാത്തതുകൊണ്ട് ഞാൻ അതിക്രമത്തിന് മുതിർന്നില്ല. എന്തായാലും കൊച്ചിയിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങളെ സ്ഥിരം കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സ്വന്തം കടലയും നല്ല ക്യാബേജും ക്യാരറ്റൊക്കെ ഒരു ഡിഷാണ്. ചേട്ടൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ പ്രാവശ്യം കിക്കുമയും കഴിച്ചു. കിക്കുമ വാസ് ഓൾസോ എൻജോയിങ് ഇറ്റ്. അത് അവളുടെ മോൻ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ഷി വാസ് റിയലി എൻജോയിങ് ഇറ്റ്. പിന്നെ ഞങ്ങൾ പോകാമെന്നൊക്കെ തോർത്തപ്പോഴത്തേക്കാണ് കിക്കുമ പാട്ടൊക്കെ കയറി കിക്കുമയും വൈബായി. കിക്കുമയും ഡാൻസ് കളി, കൈകൊട്ടും പരിപാടിയൊക്കെ തുടങ്ങി. എന്തായാലും അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന്, അതായത് നമ്മുടെ ന്യൂ ഇയറിനെ അന്ന് ലൈറ്റപ്പ് ചെയ്യാനുള്ള ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസാണെങ്കിൽ കുറച്ച് ടോയ്സ് തപ്പി ഇറങ്ങി. എവിടെ പോയാലും ആൾക്ക് ഇപ്പോൾ കിക്കുവിന് എന്തെങ്കിലും ടോയ്സ് അത് തപ്പി ഇറങ്ങി. അതിൻ്റെ ഇടയിൽ സ്ട്രീറ്റ് പെർഫോമൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റിലല്ല, ഗ്രൗണ്ടിലാന്ന് മാത്രം. നല്ല പെർഫോമൻസാണ് അവർ കാഴ്ചവെക്കുന്നത്. കുറച്ച് നേരം ഞങ്ങൾ കണ്ടു നിന്നുപോയി, കാരണം ദേ ആർ ഡൂയിങ് എ ലോട്ട്. അവസാനം കിക്കു ഉമ്മയുടെ ബാഹുബലി കളി തുടങ്ങി. ആദ്യം അമ്മേനെ കയറി ചവിട്ടി മെതിച്ചു, എന്നിട്ട് അപ്പനെ കയറി ചവിട്ടി മെതിച്ചു. എനിവേ, ഞങ്ങളുടെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെയാണ് പോയത്. വി വർ റിയലി ഹാപ്പി. സോ എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. അടുത്ത വർഷമെങ്കിലും